ബിന്ദു ജ്വല്ലറി കാസർഗോഡ്. ഗോൾഡ്, ഡയമണ്ട്, ബേർസ്റ്റോൺ, സിൽവർ 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. അനന്തപുരി ആഘോഷമാക്കിയ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പളിയ നൃത്തത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ A ഗ്രേഡ് ലഭിച്ച കാസർഗോഡിൻ്റെ മിടുക്കി കുട്ടികളാണ് നമ്മുടെ കൂടെയുള്ളത്. ഇവർ BARHSS ബോവിക്കാനത്തെ കൂട്ടുകാരാണ്. അപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നതൊക്കെ ഒരു അപൂർവമായി കിട്ടുന്നൊരു ഭാഗ്യമാണ്. എന്താണ് അതിൻ്റെ അനുഭവം എന്നത് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. ഇടുക്കി ജില്ലയിൽ കുമളി പളിയകുടിയിൽ ഉത്ഭവിച്ച ഒരു നൃത്ത കലാരൂപമാണ് ഈ പളിയ നൃത്തം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആദിവാസികളുടെ നൃത്തം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല, ഇതിൻ്റെ നൃത്ത ചുവടുകൾ പോലും ഒന്നും മനസ്സിലായിരുന്നില്ല. പിന്നെ അവിടെ എത്തിയതും കുറേ ടീമുകളുണ്ടായിരുന്നു, 15ഓളം ടീമുകളായിരുന്നു അവിടെ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഓരോ ടീമും നമ്മളെക്കാളും മെച്ചം ആയിട്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഇടുക്കി കുമളിയിലെ ഗോത്രവിഭാഗങ്ങൾക്കിടയിലെ ഒരു നൃത്തരൂപമാണ് ഈ പളിയ നൃത്തം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഈ കാസർഗോഡ് എത്തിയത്? എങ്ങനെ നിങ്ങളത് പഠിച്ചെടുത്തു? നമ്മുടെ കാസർഗോട്ടെ കുട്ടികളാണ്, നമ്മുടെ ഒരു കലാരൂപം എന്ന് പറയുന്നതല്ല. എങ്ങനെ അത് പഠിച്ചെടുത്തു? അതിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് പഠിപ്പിക്കാനായി വന്നത് ഇടുക്കി ജില്ലയിലെ മാഷുമാർ തന്നെയാണ്. മുത്തുമാഷ്, ഉണ്ണിമാഷ്, അരവിന്ദ് മാഷ്, ഇവർ 3 പേരായിരുന്നു ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നത്. ഇതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഞങ്ങൾക്ക് തയ്യാറാക്കി തന്നത് അവർ തന്നെയാണ്. പിന്നെ മാഷുമാരും ടീച്ചേഴ്സൊക്കെ ഇതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ എഫേർട്ട് എടുത്തിട്ടാണ് ഇതുവരെ എത്തിയത്. പിന്നെ അതുമാത്രമല്ല, ഈ കളി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ ടീമിലുണ്ടായിട്ടുള്ള ഒരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു ടീം സ്പിരിറ്റ് വെച്ചാണ് അത് മുമ്പോട്ട് കൊണ്ടുപോയത്. അവസാനം വരെ ഞങ്ങൾ പിടിച്ചു നിന്നു. അങ്ങനെ ഞങ്ങൾക്കിപ്പോൾ A ഗ്രേഡും കിട്ടി. വളരെ സന്തോഷമുണ്ട് ഈ ഒരു നിമിഷത്തിൽ. പളിയ നൃത്തം അവതരിപ്പിച്ച കൂട്ടുകാരികൾക്കിടയിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് കരസ്ഥമാക്കിയ ധ്രുവി എന്ന കൂട്ടുകാരി കൂടെയുണ്ട്. അപ്പോൾ ധ്രുവിയുടെ അനുഭവങ്ങൾ കൂടെ നമുക്ക് ചോദിച്ചറിയാം. നല്ല അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ സ്കൂളിൽ നിന്ന് സ്റ്റേറ്റ് ലെവലിലേക്ക് ഈ മത്സരം പോകുന്നത്. മാത്രമല്ല, ഈ വർഷമാണ് ഗോത്രവിഭാഗങ്ങളിലെ 5 ഐറ്റം ഇറങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്റ്റേറ്റ് ലെവലിൽ എത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഈ ഉപകരണത്തെക്കുറിച്ച് പറയാൻ പറ്റും? ഇത് നാഗരാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിൽ ഉപയോഗിച്ചത് തുടി എന്ന ഇൻസ്ട്രുമെൻ്റാണ്. അത് ഈ എല്ലാ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ വെച്ചിട്ട് 400ഓളം ആൾക്കാർ വെച്ചിട്ട് ഒരുമിച്ച് 1.5 മണിക്കൂറോളം തുടി ഒരുമിച്ച് അടിച്ച് പാടിയതാണ്. KCNൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പളിയ നൃത്തത്തിലെ 2 ചുവടുകൾ.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ എ ഗ്രേഡ് ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷവും അഭിമാനകരവുമായ കാര്യമാണ്. അപ്പം ഈ കുട്ടികളുടെ വിജയത്തിൽ അവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ടുണ്ടാവുക അവരുടെ അധ്യാപകരും രക്ഷിതാക്കളാണ്. ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ തന്നെ ഇവരുടെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി സംസ്ഥാന തലത്തിലേക്കൊക്കെ പോയിട്ട് വരുന്ന വഴിയാണ്. അപ്പം സാറിനോട് ചോദിച്ചറിയാം കുട്ടികളുടെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. നമസ്കാരം. ഗോത്രവർഗ കലയായ ഈ പളിയ നൃത്തം ആദ്യമായി സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും എ ഗ്രേഡ് കിട്ടിയതിലും ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഈ കുട്ടികളുടെയും നിരന്തരമായ പരിശ്രമമാണ്. ഇതിനെ ട്രെയിൻ ചെയ്യിച്ചത് ഈ പളിയ വിഭാഗത്തിൽ തന്നെ 3 അധ്യാപകർ 6 ദിവസം നമ്മുടെ വിദ്യാലയത്തിൽ താമസിച്ചിട്ടാണ് ഇതിനെ ട്രെയിൻ ചെയ്തത്. എന്തായാലും ഈ വിജയം ആ കുട്ടികൾക്കൊരു അനുഭവമാകും. ഇവർ 8ാം ക്ലാസ്സിലെ കുട്ടികളാണ് നേരെയുള്ളത്. ഇവർക്ക് 10ാം ക്ലാസ് വരെയും അല്ലെങ്കിൽ അതിന് മുന്നോട്ടും ഈ ഒരു അനുഭവം എന്തായാലും അവർ സംസ്ഥാന തലത്തിലും അല്ലെങ്കിൽ അന്തർദേശീയ തലത്തിലൊക്കെ അറിയപ്പെടുന്ന കുട്ടികളായിട്ട് മാറും എന്നതിൽ എനിക്ക് സംശയമില്ല. കുട്ടികൾക്ക് പൂർണ്ണ പിന്തുണയേകിയ സുലൈഖ ടീച്ചറുണ്ട് നമ്മുടെ കൂടെ. ടീച്ചറോട് നമുക്ക് ചോദിച്ചറിയാം വിശേഷങ്ങൾ. വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ മക്കൾ വളരെയധികം അധ്വാനിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. ഇതിൽ എ ഗ്രേഡ് നേടാൻ കഴിഞ്ഞു. അതുപോലെ എല്ലാ ടീച്ചേഴ്സും, അത് ഇടുക്കിയിൽ നിന്ന് വന്ന 3 ടീച്ചേഴ്സ് അതും ഉണ്ടായിരുന്നു. നല്ല പോലെ കഠിനാധ്വാനം ചെയ്ത് ഇതുവരെ എത്തിക്കാൻ കൺവീനർ എന്ന നിലയ്ക്ക് എനിക്ക് സാധിച്ചതിലും വളരെയധികം സന്തോഷം. കാസർഗോഡ് നിന്നും ഇടുക്കിയിലെ ഗോത്രകലയുടെ ആരവം അനന്തപുരിയിൽ എത്തി നിൽക്കുന്നു. ഇനിയും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പവും ചേതൻ കുമാറിനോടൊപ്പവും മനീഷ അമി, KCN ന്യൂസ്, കാസർഗോഡ്.